ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ഫുള്ളായിട്ട് സമരം നടക്കുന്നതാണ് ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമരം. അതിപ്പോൾ കേരളത്തിൽ മെയിനായിട്ട് കുറേ ഒരു 30-35 ദിവസത്തോളം ഇത് നടക്കുവാണ്. ഗവൺമെൻറ് ആണെങ്കിൽ അതൊന്നും വലിയ രീതിയിൽ കാണുന്നതൊന്നുമില്ല. അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കുറച്ചും കൂടെ പൈസ കിട്ടാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഗവൺമെൻറ് പറയുന്ന ഒരു ആവശ്യത്തിനധികം പൈസ അവർക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഈ ഒരു വീഡിയോസ് എല്ലാം അവരെ കുറിച്ച് മീഡിയാസൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് അതൊക്കെ ചുമ്മാതാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല, വളരെ ആ ഒരു ഇൻസെൻറ്റീവ് എല്ലാം കൂടെ ചേർത്ത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത് കൂട്ടി കിട്ടുന്നവരെ ഞങ്ങൾ സമരം ഒരിക്കലും നിർത്തത്തില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ വരുന്ന 20-ാം തീയതി തൊട്ട് അവർ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താ പറയുക, അവർ ചെയ്യുന്നതിന് കുറച്ച് പൈസ കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള പൈസയാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് പറയുന്നെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് പൈസ വേണം. ചിലപ്പം അവർ വലുതായിട്ട് കൂട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ ഭയങ്കര പൈസയൊന്നുമല്ല ചോദിച്ചാൽ, അവർ ചെയ്യുന്ന ജോലിക്ക് കുറച്ചും കൂടി കൂട്ടിക്കിട്ടിയാലേ ഇപ്പം ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോ വർഷവും നമ്മുടെ ലോകം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് കൂടി പോകുന്നത്. പക്ഷേ നമ്മുടെ സാലറി ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ കമ്പനി എവിടെ ആണെങ്കിലും എന്തായാലും ശരി, നമ്മുടെ സാലറി അതിനനുസരിച്ച് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട് ഇല്ല. കാരണം അങ്ങനെ സാലറി കൂടാതിരിക്കുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും അതേ കണക്ക് തന്നെ. കാരണം സാലറിയോ ഒന്നും നമുക്ക് കിട്ടുന്ന പൈസ ഒന്നും കൂടുന്നില്ല, പക്ഷേ ജീവിത സാഹചര്യം, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനും പൈസ എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഉള്ളത്. അപ്പോഴത്തേക്കും ഇവർക്ക് പൈസ കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള കുറച്ചും കൂടെ മുമ്പോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊക്കെ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ഗവൺമെൻറ് പറയുന്നു അവർക്ക് റൈറ്റായിട്ടുള്ള എല്ലാം പൈസ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെന്ന്. ബട്ട് ആ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ സംസാരിക്കുമ്പോൾ ഇല്ല അത് കിട്ടുന്നില്ല, അവർ ചുമ്മാ അതിനെപ്പറ്റി ചെക്ക് ചെയ്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും 20-ാം തീയതി തൊട്ട് നിരാഹാര സമരം തുടങ്ങും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഗവൺമെൻറ് അത് അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക, എന്താണ് അവർക്ക് റിയലായിട്ട് വേണ്ടതിനെപ്പറ്റി എല്ലാം ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് അവർ സമരം നടക്കുന്ന ഈ വെയിലത്തും ഒന്നാമത് ഇവിടെ കേരളത്തിൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു സമരം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത് ഇപ്പം ഇന്ന് തന്നെ നടക്കുന്ന സമരം ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ കുറേ അധികം പേർക്ക് അല്ലാതെ ബുദ്ധിമുട്ട് വരും. ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പരിഹരിക്കുന്നതാണ് ബെറ്റർ.